ഹായ്, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണം അല്ലെങ്കിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഒരു മുൻപരിചയമില്ലാതെ തന്നെ സ്റ്റാർട്ട് ടു ഫിനിഷ് ഒരു വെബ്സൈറ്റ് വളരെ ഈസിയായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ സീരീസാണിത്. അതായത് നമുക്ക് കോഡിങ്ങും ഗ്രാഫിക് ഡിസൈനിങ്ങും ഒന്നും അറിയാതെ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ നമുക്കൊരു ബ്യൂട്ടിഫുൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലോഗ്സ് എഴുതാനായിരിക്കാം, അതും അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടി സ്വന്തം പേരിലൊരു വെബ്സൈറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പേഴ്സണൽ ബ്രാൻഡിങ്, ഇൻഫ്ലുവൻസിങ് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി. ഓർ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ വെബ് ഡിസൈനിങ്ങും പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസാണ് ഇത്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ലൈവ് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു പഠിക്കാം എങ്ങനെയാണ് സ്റ്റാർട്ട് ടു ഫിനിഷ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ആണ്. അപ്പോൾ എന്താണ് വേർഡ്പ്രസ് വെബ്സൈറ്റ്? എങ്ങനെയാണ് വേർഡ്പ്രസ് വെബ്സൈറ്റ് മറ്റു വെബ്സൈറ്റിൽ നിന്നും ഡിഫറെൻ്റ് ആകുന്നത്? സാധാരണ രീതിയിൽ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ HTML, Java, CSS, PHP ഇതെല്ലാം അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള ലാംഗ്വേജസ് ഒന്നും അറിയാതെ തന്നെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂൾസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വേർഡ്പ്രസ്, ജൂംല, വിക്സ്, ഡ്രൂപ്പൽ ഇതുപോലെ കുറേ ടൂൾസ് ഉണ്ട്, കുറേ CMS പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ വേർഡ്പ്രസ് എന്നുള്ളത് ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള, മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള, മോസ്റ്റ് യൂസ്ഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ആൻഡ് ഒരു വെബ്സൈറ്റ് ബിൽഡറാണ്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന വെബ്സൈറ്റ്സിലൊരു ഓൾമോസ്റ്റ് 40% വേർഡ്പ്രസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പ്രിറ്റി മച്ച് നമ്മുടെ എല്ലാ റിക്വയർമെൻറ്റ്സും നമുക്ക് വേർഡ്പ്രസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതുമാണ്. വേർഡ്പ്രസിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇഫ് യു ആർ റെഡി, ലെറ്റ് സ്റ്റാർട്ട്. ഹിയർ ഐ ആം ഷമീർ ഉമർ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ നമ്മൾ നമ്മുടെ വെബ് ഡിസൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പായി 3 കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മളൊരു ഡൊമൈൻ നെയിം ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. 2, നമ്മൾ അതിൽ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. 3, നമ്മളൊരു SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡൊമൈൻ നെയിമും ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പായി എന്താണ് ഡൊമൈൻ നെയിമും ഹോസ്റ്റിങ്ങും? അപ്പോൾ ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അഡ്രസ് ഓഫ് യുവർ വെബ്സൈറ്റ്, അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. ഉദാഹരണത്തിന് google.com, facebook.com, youtube.com ഇതൊക്കെ ഒരു ഡൊമൈൻ നെയിമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു വെഡ്ഡിംഗ് പ്ലാനർക്കുള്ള വെബ്സൈറ്റാണ്. അവരുടെ പേര് മെഹഫിൽ എന്നാണ്. അപ്പോൾ നമുക്കിതുപോലെ mehfilwedding.com എന്നോ mehfilwedding.in ഏതെങ്കിലും ഒരു ഡൊമൈൻ നെയിം നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഹോസ്റ്റിംഗ്? അപ്പോൾ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡൊമൈൻ നെയിം വാങ്ങിയാൽ മാത്രം പോരാ, നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ ഫയൽസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെർവർ സ്പേസ് കൂടെ വേണം. അപ്പോൾ അതിലാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഹോസ്റ്റിംഗ് പ്ലാനും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാങ്ങിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ ഡൊമൈൻ നെയിമും ഹോസ്റ്റിങ്ങും. അതായത് ഹോസ്റ്റിംഗ്, ഗോഡാഡി, ഹോസ്റ്റ് ഗേറ്റർ, അങ്ങനെ കുറേ കമ്പനീസ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാം. ഒരു 3000 to 4000 രൂപയൊക്കെയാണ് ഒരു ഇയർലി സബ്സ്ക്രിപ്ഷൻ വരുന്നത്. ഇവിടെ നമ്മൾ ബൈ ചെയ്യാൻ പോകുന്നത് ഹോസ്റ്റിങ്ങിൽ നിന്നാണ്. ബിക്കോസ് അതിൻ്റെ ഇൻ്റർഫേസും സെറ്റപ്പും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുള്ളാണ്. മാത്രമല്ല, നമ്മൾ ഈ സർവീസിൽ സാറ്റിസ്ഫൈഡ് അല്ലെച്ചെങ്കിൽ 1 മാസം വരെ നമുക്ക് 100% മണി ബാക്ക് ഗ്യാരണ്ടിയും കൂടി കിട്ടുന്നതാണ്. അതുകൂടാതെ നമ്മളൊരു ഹോസ്റ്റിംഗ് വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിനോടൊപ്പം ഡൊമൈൻ നെയിം, SSL സർട്ടിഫിക്കറ്റ്, ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്സ് ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വെബ്സൈറ്റിന് വേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായി, ഒരു ഡൊമൈനും ഹോസ്റ്റിങ്ങും വാങ്ങിക്കാനായി, ഒന്നെങ്കിൽ ലോഗിൻ ടു ഹോസ്റ്റിംഗർ, അല്ലാച്ചെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നിങ്ങൾ ഹോസ്റ്റിങ്ങിൻ്റെ ലാൻഡിംഗ് പേജിലെത്തും. നിങ്ങൾക്ക് അതുപോലെ തന്നെ 7% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. സോ ടു ബൈ എ ഡൊമൈൻ ആൻഡ് ഹോസ്റ്റിംഗ്, പ്ലീസ് ക്ലിക്ക് ദ ലിങ്ക് ബിലോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹോസ്റ്റിംഗർ വെബ്സൈറ്റിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമ്മൾ ഉദ്ദേശിച്ച ഡൊമൈൻ നെയിം അവൈലബിൾ ആണോ അല്ലേ എന്ന് നോക്കലാണ്. അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഫൈൻഡ് ദ പെർഫെക്റ്റ് ഡൊമൈൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ മെഹഫിൽ വെഡ്ഡിംഗ് എന്നുള്ള ഡൊമൈൻ നെയിം അവൈലബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ടൈപ്പ് മെഹഫിൽ വെഡ്ഡിംഗ്. ഓക്കെ, ഇവിടെ ഡൊമൈൻ നെയിം ഈസ് ടേക്കൺ എന്ന് പറഞ്ഞിട്ട് mehfilwedding.com കാണാം. അതായത് ഓൾറെഡി അത് വേറെ ആരോ പർച്ചേസ് ചെയ്തിട്ടുണ്ട്.
പക്ഷേ താഴെ കാണാം mahfilwedding.in, mahfilwedding.online ഇതുപോലെ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ നെയിം നമുക്ക് വാങ്ങാം. ഇനി നമുക്ക് .com തന്നെ വേണമെങ്കിൽ നമ്മുടെ ഡൊമൈൻ നെയിമിൽ സ്ലൈറ്റ് ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു എസ് ആഡ് ചെയ്യാം, അതായത് mahfilweddings.com. ഓക്കെ, അപ്പോൾ mahfilweddings.com അവൈലബിൾ ആണ്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും 299 രൂപയാണ് ഈ ഒരു ഡൊമൈൻ്റെ പ്രൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡൊമൈൻ നെയിം വാങ്ങുന്നില്ല, ബിക്കോസ് നമ്മളൊരു ഹോസ്റ്റിംഗ് പ്ലാൻ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ഡൊമൈൻ നെയിം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഹോസ്റ്റിംഗ് പ്ലാൻ ആദ്യം പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിനോടൊപ്പം ഈ ഡൊമൈൻ നെയിം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ബാക്ക്, എന്നിട്ട് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഹോസ്റ്റിംഗ് പ്ലാൻസ് കാണാൻ പറ്റും. ഇവിടെ കാണാം ചൂസ് യുവർ വെബ് ഹോസ്റ്റിംഗ് പ്ലാൻ. അപ്പോൾ ഈ 3 പ്ലാനിൽ നിന്നും നമുക്ക് രണ്ടാമത്തെ പ്രീമിയം വെബ് ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യാം. ബിക്കോസ് ഈ ഒരു പ്ലാനിൽ നമുക്ക് ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ, SSL സർട്ടിഫിക്കറ്റ്, ഡൊമൈൻ നെയിം എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. മാത്രമല്ല നമുക്കൊരു 100 വെബ്സൈറ്റ് വരെ ഈ ഒരു പ്ലാനിങ്ങിൽ ആഡ് ചെയ്യാനും പറ്റുന്നതാണ്. സോ ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ബിഗിനേഴ്സ്. ക്ലിക്ക് ആഡ് ടു കാർട്ട്. ഇവിടെ എത്ര നാളത്തേക്കാണ് ഈ ഒരു ഹോസ്റ്റിംഗ് നമ്മൾ വാങ്ങുന്നത് എന്നാണ് ചോദിക്കുന്നത്. സോ പ്രാക്ടീസിങ് പർപ്പസ് മിനിമം ഒരു 12 months, അതായത് 1 വർഷം നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഡ്യൂറേഷൻ കൂട്ടി 2 വർഷം 3 വർഷം ഒക്കെ ആക്കുകയാണെങ്കിൽ പ്രൈസ് നിങ്ങൾക്ക് കുറഞ്ഞിട്ട് തന്നെ ഇത് വാങ്ങിക്കാനും പറ്റുന്നതാണ്. ഞാനിവിടെ 1 year ആണ് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ജസ്റ്റ് ഫിൽ ചെയ്ത് കൊടുക്കുക. അടുത്തത് സെലക്ട് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ കാർഡ് ഉപയോഗിച്ചോ ഗൂഗിൾ പേ വഴിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പേ ചെയ്യാം. ഞാനിവിടെ കാർഡ് പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് നിർബന്ധമില്ല, നമ്മുടെ കയ്യിലുള്ള സാധാ ഡെബിറ്റ് കാർഡ് ആയാലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ എമൗണ്ട് നമുക്ക് കാണാം. അതിന് താഴെയായിട്ട് ഹാവ് എ കൂപ്പൺ കോഡ് എന്ന് ചോദിക്കുന്നത്, അതായത് നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൂപ്പൺ കോഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു 7% ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് ഓഫർ 7 അല്ലെങ്കിൽ ഷമീർ എന്നുള്ള കൂപ്പൺ കോഡ് ഇവർ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ദ പ്ലസ് ഐക്കൺ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കൗണ്ടഡ് പ്രൈസ് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ തന്നെ 24/7 ചാറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഹോസ്റ്റിംഗ് വരുന്നതെന്ന്. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, ആൻഡ് ക്ലിക്ക് സബ്മിറ്റ് സെക്യൂർ പേയ്മെൻറ്റ്. ഓക്കെ, നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. ഗോ ടു ദ പേയ്മെൻറ്റ്. ഓക്കെ, ഇനി നമ്മുടെ മൊബൈലിൽ വന്നിട്ടുള്ള OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആൻഡ് വെയിറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഹോസ്റ്റിംഗ് അക്കൗണ്ടിന് നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നേരത്തെ നമ്മളൊരു ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളൊരു പാസ്വേഡും കൂടി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതായത് ഇനി നമ്മൾ ഹോസ്റ്റിംഗിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇമെയിൽ അഡ്രസ്സും ആൻഡ് പാസ്വേഡാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ആൻഡ് ക്ലിക്ക് കൺഫേം. ഇനി നമ്മൾ നമ്മുടെ ഇമെയിലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്റ്റിംഗിൽ നിന്നും ഒരു വെരിഫിക്കേഷൻ ഇമെയിൽ വന്നിട്ടുണ്ടാവും. നമ്മുടെ കേസിൽ നമ്മൾ ഓൾറെഡി ഇവിടെ ഇമെയിൽ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. ഗോ ടു യുവർ ഇമെയിൽ. ഓക്കെ, ഓപ്പൺ ദ മെയിൽ ആൻഡ് ക്ലിക്ക് വെരിഫൈ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും അതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് ഹോസ്റ്റിംഗർ ലോഗിൻ ചെയ്യാം. ക്ലിക്ക് സ്റ്റാർട്ട് നൗ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓക്കെ, ഐ ആം ക്രിയേറ്റിംഗ് ദിസ് വെബ്സൈറ്റ് ഫോർ മൈസെൽഫ് and it will be a business website and I am creating my first website. Okay, നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിനനുസരിച്ച് ഏത് ആൻസർ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, അല്ലാച്ചെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യൽ കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ
ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം. നമുക്കറിയാം നമ്മൾ വേർഡ്പ്രസ് വെബ്സൈറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് സെലക്ട് വേർഡ്പ്രസ്. അപ്പോൾ ഇവിടെ വേർഡ്പ്രസ്സിനും നമ്മളൊരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച് സെയിം ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേർഡ്പ്രസ്സിന് പുതിയ പാസ്വേഡും അല്ലെങ്കിൽ യൂസർ നെയിമും നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, അതായത് ഹോസ്റ്റിംഗറിൻ്റെ യൂസർ നെയിമും പാസ്വേഡ് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ വേർഡ്പ്രസ്സിൻ്റെ യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. കാരണം നിങ്ങൾക്കിത് പിന്നീട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്നതാണ്. ക്ലിക്ക് കണ്ടിന്യൂ. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതിൽ നമുക്ക് ചൂസ് ചെയ്യാം. ബട്ട് ഫോർ മെനി റീസൺ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുന്നില്ല. ക്ലിക്ക് സ്കിപ്പ് ഐ ഡോണ്ട് നീഡ് എ ടെംപ്ലേറ്റ് എന്നുള്ളത്. ഓക്കെ, അറ്റ് ലാസ്റ്റ് നമുക്കിവിടെ നമ്മുടെ ഫ്രീ ഡൊമൈൻ നെയിം ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീ ഡൊമൈൻ നെയിം നമുക്കിവിടെ ക്ലെയിം ചെയ്ത് എടുക്കാവുന്നതാണ്. ക്ലിക്ക് ക്ലെയിം എ ഫ്രീ ഡൊമൈൻ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത ആ ഡൊമൈൻ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ക്ലിക്ക് സെർച്ച്. ഓക്കെ, ക്ലിക്ക് കണ്ടിന്യൂ. ഇവിടെ നമ്മുടെ സെർവർ ലൊക്കേഷന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് ഇന്ത്യയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കിവിടെ ഇന്ത്യ ചൂസ് ചെയ്യാം. ആൻഡ് നിങ്ങൾ വേറെ ഏതെങ്കിലും റീജിയനിൽ നിന്നാണ് ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, വേറെ ഏതെങ്കിലും റീജിയനാണ് നിങ്ങളുടെ ഓഡിയൻ്റ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഓഡിയൻറ്റിന് അതുപോലെ നിങ്ങളുടെ വെബ്സൈറ്റിന് ഏറ്റവും അടുത്തുള്ള ഒരു സെർവർ ലൊക്കേഷനാണ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഫിനിഷ് സെറ്റപ്പ്. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് യുവർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കൺട്രി, അതുപോലെ തന്നെ നമ്മൾ പേഴ്സണലാണോ കമ്പനിയാണോ എന്ന് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. ഐ എം ചൂസിങ് പേഴ്സണൽ ഹിയർ. ഓക്കെ, ഇനി നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഫിൽ ചെയ്ത് കൊടുക്കാം. ഫിനിഷ് രജിസ്ട്രേഷൻ. നമ്മുടെ വെബ്സൈറ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ന്യൂ ടാബ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഡൊമൈൻ നെയിം സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിലിനി നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പായി ഇവിടെ കാണാം യുവർ വെബ്സൈറ്റ് ഈസ് നോട്ട് സെക്യൂർ. അതായത് നമ്മുടെ വെബ്സൈറ്റിന് ഒരു SSL സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പായി എന്താണ് SSL സർട്ടിഫിക്കറ്റ് നമുക്ക് നോക്കാം. അതായത് ഒരു യൂസർ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്, ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ഇതുപോലുള്ള ഡേറ്റ ഒക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവരുടെ വെബ് ബ്രൗസറിൽ നിന്നും നമ്മുടെ വെബ് സെർവറിലേക്ക് ഈ ഒരു ഡേറ്റ ട്രാവൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രാവൽ ചെയ്യുന്ന ഈ ഒരു ഡേറ്റനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ഹോസ്റ്റിംഗർ. ക്ലിക്ക് മാനേജ് വേർഡ്പ്രസ്. കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, ഇവിടെ കാണാം SSL സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. ജസ്റ്റ് ക്ലിക്ക് സെറ്റപ്പ്. സെലക്ട് യുവർ വെബ്സൈറ്റ്, ഇൻസ്റ്റാൾ SSL 10. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഈ SSL സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ മറ്റുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ വളരെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. സെറ്റപ്പ് ഇൻറ്റഗ്രേഷനൊക്കെ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. ഈ ഒരു ഹോസ്റ്റിംഗറിലാണ് ഇത്രയും ഈസി ആയിട്ടുള്ളൊരു SSL സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് കണ്ടിട്ടുള്ളത്. സോ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഈ SSL സർട്ടിഫിക്കറ്റ് എനാബിൾ ചെയ്യാം. അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ വെബ്സൈറ്റിലൊന്ന് വിസിറ്റ് ചെയ്യുക. ക്ലിക്ക് റീഫ്രഷ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു പാഡ്ലോക്കും കൂടി ഇവിടെ കാണാൻ പറ്റും. ഒരു പാഡ്ലോക്ക് ഐക്കണും കൂടി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ യുവർ കണക്ഷൻ ഈസ് സെക്യൂർ എന്നിവിടെ നമുക്ക് കാണാം. അപ്പോൾ ഈ യൂസേഴ്സ് SSL സർട്ടിഫിക്കറ്റ് ഉള്ള വെബ്സൈറ്റ് കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇറ്റ് ലുക്സ് മോർ പ്രൊഫഷണൽ അല്ല. നമ്മുടെ യൂസേഴ്സിനെ കുറിച്ചിട്ട് അവരുടെ ഡേറ്റയെ കുറിച്ച് നമ്മൾ ബോധേഡാണ്. അതുപോലെ തന്നെ ഒരു SSL സർട്ടിഫിക്കറ്റ് ഉള്ള വെബ്സൈറ്റ് ഗൂഗിൾ റാങ്കിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ട ഇനീഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മളൊരു ഹോസ്റ്റിംഗ് വാങ്ങിച്ചു, വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തു, നമ്മൾ ഡൊമൈൻ നെയിം ക്ലെയിം ചെയ്തു ആൻഡ് SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവരായിട്ട് ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ നമ്മളൊരു തീം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ
See you in the next video. Bye.